ഗുരവേ ഗൗരചന്ദ്രായ രാധയായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 14-ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്ലോകം 9 മുതൽ പഠിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ആകെ വിഷമത്തിലാണ്. അർജുനൻ ദ്വാരകയിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് മോശമായിട്ടുള്ള ലക്ഷണങ്ങളും ശകുനങ്ങളും അദ്ദേഹം കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പേടി വരുന്നു. എന്ത് സംഭവിച്ചു, കൃഷ്ണൻ എന്ത് സംഭവിച്ചു, അങ്ങനെ അല്ലെങ്കിൽ ദ്വാരകാവാസികൾക്ക് യദുവംശത്തിലുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആദി അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെക്ഷനാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് ഭീമസേനോട് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, ക്ലാരിഫൈ ചെയ്യുന്നു, എന്താണ് സംഭവിക്കുന്നത്, എന്താണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയാണ്. നമുക്ക് നോക്കാം മുന്നോട്ട് 9-ാമത്തെ ശ്ലോകം മുതൽ. ശ്ലോകം 9. യസ്മാന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാ ആസൻ സപത്ന വിജയോ ലോകാശ്ച യത് അനുഗ്രഹാത്. യസ്മാന്നാ സമ്പദോ രാജ്യം ധാര പ്രാണാകുലം പ്രജാ ആസൻ സപത്ന വിജയോ ലോകാശ്ച യത് അനുഗ്രഹാത്. യസ്മാന്നാ സമ്പദോ രാജ്യം ധാര പ്രാണാകുലം പ്രജാ ആസൻ സപത്ന വിജയോ ലോകാശ്ച യത് അനുഗ്രഹാത്. യെസ്, ഹരേ കൃഷ്ണ. യെസ്, വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 9. യസ്മാന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാഃ ആസൻ സപ്ന വിജയോ ലോകാശ്ചായതനുഗ്രഹാത്. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്മന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാഃ ആസൻ സപത്ന വിജയോ ലോകാച യത് അനുഗ്രഹാത്. ഹരേ കൃഷ്ണ. പൂജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. യസ്മാന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാഃ ആസൻ സപത്ന വിജയോ ലോകാശ്ചായ അനുഗ്രഹാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. യസ്മാന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാഃ ആസൻ സപത്ന വിജയോ ലോകാശ്ചായതനുഗ്രഹാത്. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. യസ്മാന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാഃ ആസൻ സപത്ന വിജയോ ലോകാശ്ചായതനുഗ്രഹാത്. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. യസ്മാന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാഃ ആസൻ സപത്ന വിജയോ ലോകാശ്ച യദനുഗ്രഹാത്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ കി ജയ്. യെസ്, ആരെങ്കിലും വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. നമ്മുടെ സമസ്ത രാജകീയ സമ്പത്തും സത്പത്നിമാരും ജീവനും സന്തതികളും പ്രജകളുടെ മേലുള്ള നിയന്ത്രണ അധികാരവും ശത്രുക്കളുടെ മേലുള്ള വിജയവും ഭാവിയിൽ ഉന്നത ലോകങ്ങളിൽ സ്ഥാനവും സാധ്യമായിരിക്കുന്നതിന് കാരണം അദ്ദേഹം ഭഗവാൻ മാത്രമാകുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന് നമ്മോടുള്ള അഹേതുകമായ കൃപയാൽ സംഭവിച്ചതാകുന്നു.
ഭാവാർത്ഥം: ഉത്തമ ഭാര്യ, നല്ല വീട്, ധാരാളം ഭൂസ്വത്തുക്കൾ, സത്പുത്രന്മാർ, ആഭിജാത്യമുള്ള കുടുംബ ബന്ധങ്ങൾ, പ്രതിയോഗികളുടെ മേൽ വിജയം എന്നിവയ്ക്കു പുറമെ ധർമ്മപ്രവർത്തനങ്ങളിലൂടെ മേന്മയേറിയ ലൗകിക സുഖ സൗകര്യങ്ങൾക്കായി ഉന്നതമായ സ്വർഗീയ ലോകങ്ങളിൽ സ്ഥാനം പ്രാപ്തമാകുന്നതും ഭൗതിക ക്ഷേമത്തിൽ ഉൾപ്പെടുന്നു. ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഒരുവന്റെ കഠിന പ്രയത്നത്താലോ അല്ലെങ്കിൽ നീതിരഹിതമായ മാർഗത്തിലൂടെയോ മാത്രം സ്വായത്തമാക്കുവാൻ സാധ്യമല്ല. അതിന് പരമദിവ്യോത്തമ പുരുഷന് അനുഗ്രഹം കൂടിയേ തീരൂ. ഒരുവന്റെ സ്വപ്രയത്നത്താൽ ആർജിക്കുന്ന സ്ത്രീയും ഭഗവത് കൃപയെ ആശ്രയിച്ചിരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം സ്വപ്രയത്നവും നിശ്ചയമായും ഈ ഉയർച്ചയ്ക്ക് പിന്നിലുണ്ട്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം കൂടാതെ പ്രയത്നത്താൽ മാത്രം ആർക്കും ഉത്കർഷയുണ്ടാവുകയില്ല. കലിയുഗത്തിലെ പരിഷ്കൃതർ ഭഗവത് കൃപയെ പാടെ നിഷേധിച്ചുകൊണ്ട് സ്വയപ്രയത്നത്തിൽ മാത്രം വിശ്വസിക്കുന്നു. ചിക്കാഗോയിൽ ഭാരതത്തിലെ മഹാനായ ഒരു സന്യാസി പോലും ഭഗവാന്റെ അനുഗ്രഹത്തെ നിഷേധിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. വേദശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവ്വ വിജയങ്ങളുടെയും ആത്യന്തികമായ അംഗീകാരം പരമപുരുഷനായ ഭഗവത് കരങ്ങളിലാണെന്ന് ശ്രീമദ് ഭാഗവത താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതായത് സമസ്ത ജയപരാജയങ്ങളുടെയും അന്തിമ വിധി നിർണയിക്കുന്നത് ഭഗവാനാകുന്നു. മഹാരാജാവ് യുധിഷ്ഠിരൻ ഈ പരമാർത്ഥത്തെ സ്വന്തം ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇത് മഹാനായ രാജാവും ഭഗവത് ഭക്തനുമായ യുധിഷ്ഠിരന്റെ കാലടികളെ പിന്തുടരുവാനും അപ്രകാരം ജീവിതത്തെ ഒരു പൂർണ്ണ വിജയമാക്കി തീർക്കുവാനും ഒരുവനെ കടപ്പെട്ടവനാക്കുന്നു. ഭഗവാന്റെ കൃപയില്ലാതെ ഒരുവന് വിജയം കൈവരിക്കാനാകുമെങ്കിൽ ഒരു ഡോക്ടറും രോഗിയെ ചികിത്സിക്കുന്നതിൽ പരാജയപ്പെടുകയില്ല. അത്യാധുനികമായ എല്ലാവിധ ചികിത്സകളും ലഭ്യമാക്കിയിട്ടും നാളിതുവരെ എല്ലാ വൈദ്യശാസ്ത്ര വിജ്ഞാനങ്ങളും സ്വായത്തമാക്കിയ അതിവിദഗ്ധനായ ഡോക്ടർ ചികിത്സിച്ചിട്ട് പോലും അനിവാര്യമായ മരണം സംഭവിക്കുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്ക് ഒട്ടും വകയില്ലാത്ത ചില രോഗികൾ യാതൊരുവിധ ചികിത്സയും കൂടാതെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. നല്ലതും ചീത്തയുമായ എല്ലാവിധ സന്തോഷങ്ങൾക്കും അടിയന്തരമായ കാരണം ഭഗവത് അനുമതിയാണെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ജീവിത വിജയം കൈവരിച്ചവരൊക്കെയും ജീവിതത്തിൽ താൻ ആർജിച്ചതിനൊക്കെയും ഭഗവാനോട് നന്ദിയുള്ളവരാകണം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം പറയുന്നു, അതിമനോഹരമാണ് ശ്ലോകം. അദ്ദേഹം പറയുന്നു, ഇതിന് മുമ്പുള്ള ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇനി എങ്ങാനും കൃഷ്ണൻ ലീലകൾ അവസാനിപ്പിച്ച് തിരിച്ച് ഗോലോകധാമത്തിലേക്ക് പോയോ? ശ്രീപാദ് നാരദമുനി ഒരു സൂചന തന്നിരുന്നു. അതനുസരിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം കാരണം മാത്രമാണ്, കൃഷ്ണൻ കാരണം മാത്രമാണ്, കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഈ സാമ്രാജ്യം ഉള്ളത്, നമുക്ക് എല്ലാം നല്ലത് വന്നിട്ടുള്ളത്. ഈ രാജ്യവും മഹാരാജാവിൻ്റെ പദവിയും കൊട്ടാരവും ഇതെല്ലാം തന്നെ, ഈ സുഖസൗകര്യങ്ങളും എല്ലാം തന്നെ കൃഷ്ണൻ്റെ അനുഗ്രഹമാണ്. ശത്രുക്കളുടെ മേലിൽ നമുക്ക് വിജയം സാധിച്ചു. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു. ഇതെല്ലാം സാധിക്കുന്നത് ഇനി മുന്നോട്ടുള്ളതും അതാ പറയുന്നത്. ഇനി മുന്നോട്ട് ഉപരിഗ്രഹങ്ങളിലേക്ക് നമുക്ക് പോകാനുള്ള ആ അനുഗ്രഹം ഓൾറെഡി ഭഗവാൻ തന്നിട്ടുണ്ട്, കൃഷ്ണൻ തന്നിട്ടുണ്ട്. എല്ലാം അദ്ദേഹത്തിൻ്റെ അഹൈതുകമായിട്ടുള്ള ഒരു കാരുണ്യമാണ് എന്നുള്ളത് യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു. ശിലപ്രഭുപാജിയുടെ മനോഹരമായിട്ടുള്ള ഭാവാർത്ഥത്തിൽ പ്രഭുപാജി പറയുന്നു, ഇങ്ങനെയാണ് ഭക്തർ, ശുദ്ധ ഭക്തരുടെ ഒരു ഭാവം ഇങ്ങനെയായിരിക്കും. അവർ എപ്പോഴും ഈ കാര്യം ചിന്തിക്കുന്നു. ജീവിതത്തിൽ എന്ത് നടക്കുന്നു, എന്തൊക്കെയാണെങ്കിലും, ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നല്ലത് നടക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ വരുമ്പോൾ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടുമ്പോൾ സാധാരണ ആരും ഭഗവാനെ ഓർക്കില്ല. അവർ പറയും, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള പൈസയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിശുക്കി അങ്ങനെ ഒരുപാട് സ്വരൂപിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതെല്ലാം കാണുന്നത്. അങ്ങനെ പറയുന്നത് കേൾക്കാം അല്ലേ? പലവരും പറയും അത്. അങ്ങനെയാണ് പറയുന്നത് സാധാരണ, ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഭഗവാന് ഇത് നടത്തിത്തരാൻ അല്ലെങ്കിൽ ഇതെല്ലാം സാധിപ്പിച്ചു തരാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളത് ആരും പറയില്ല. നമുക്കറിയാം നമ്മുടെ എഫേർട്ട് മാത്രം പോരാ, ഭഗവാന്റെ മഹാകാരുണ്യവും ആവശ്യമാണെന്നുള്ളത്.
ദാമോദർ ലീലയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള തത്വമാണ് അതല്ലേ. 2 വിരലുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പരിശ്രമവും ഭഗവാന്റെ കാരുണ്യവും. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. ഏത് കാര്യത്തിലും ഭൗതികമായിട്ടുള്ള കാര്യവും ആധ്യാത്മിക കാര്യമാണെങ്കിലും ആധ്യാത്മിക തലത്തിൽ നമുക്ക് ഉയരാനോ ഇനി ഭൗതിക തലത്തിൽ നമുക്ക് ഉയരുവാനോ എന്തിലാണെങ്കിലും ഭഗവാന്റെ മഹാകാരുണ്യം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നടക്കില്ല. നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. ഇത് ആരാണ് മനസ്സിലാക്കുന്നത്? ഭക്തർ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരാരും മനസ്സിലാക്കില്ല. ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് അത് മനസ്സിലാക്കുന്നു. അദ്ദേഹം പറയുന്നു അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, അദ്ദേഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇനി നോക്കിക്കോളൂ, കുറച്ച് കഴിഞ്ഞാൽ അർജുനൻ തിരിച്ചു വന്നതിന് ശേഷം അർജുനനും പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ. ഞാൻ ഒരുപാട് എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്, അതെല്ലാം അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, അർജുനൻ പറയുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് അത് കാണും. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നത് തന്നെയാണ്, കൃഷ്ണൻ്റെ ആ ഒരു മഹാകാരുണ്യം കൊണ്ടാണ് ഇതെല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. എല്ലാ സംരക്ഷണവും അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഓർക്കുന്നു. അപ്പോൾ ഇത് ഒരു ഭക്തൻ്റെ ഒരു ഭാവമാണ്. ഭക്തർ എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും, അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ ഓർക്കും. എപ്പോഴും ആ ഒരു നന്ദി എന്ന് പറയുന്ന കാര്യം മനസ്സിലുണ്ടാവും. പലപ്പോഴും സംഭവിക്കുന്നത് ഈ കാലത്ത്, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ അവനവൻ്റെ പ്രോഫിറ്റിന് വേണ്ടി, അവനവൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പല ആളുകളെയും കൂട്ടുപിടിക്കുന്നു. അവരുടെ സഹായം കൊണ്ട് പലതും നേടിയെടുക്കുന്നു. നേടിയെടുത്തതിന് ശേഷം പിന്നെ ആ വ്യക്തിയോട് ഒരു നന്ദിയുമില്ല, കടപ്പാടുമില്ല. അവനവൻ്റെ കഴിവ് കൊണ്ട് മാത്രം നേടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും. നമ്മുടെ നാട്ടിൽ ഉള്ള പഴഞ്ചൊല്ല് പോലെ, പാലം കിടക്കുന്നവരെ നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ എന്തോ നിങ്ങൾക്കറിയാം. അതേപോലെ ഓർമ്മയില്ല, നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളെ ഓർമ്മയില്ല. ആ പാലം കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സാമ്രാജ്യം, ഞാനാണെല്ലാം. ഇത് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടല്ല, തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഭഗവാനോട് ഓരോ നിമിഷവും നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് വായു തരുന്നു, നമുക്ക് വെളിച്ചം തന്നിട്ടുണ്ട്, വെള്ളം തന്നിട്ടുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ തരുന്നു, പച്ചക്കറികളും പഴങ്ങളും എന്തൊക്കെയാണ്. എന്തെങ്കിലും അദ്ദേഹം തരാത്തതുണ്ടോ? അദ്ദേഹം ഇതെല്ലാം തന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവിക്കാൻ തന്നെ സാധിക്കുന്നത്. നമ്മളതും മറന്നുകൊണ്ട് ജീവിക്കുന്നു. ഇനി ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ അതിനെ യൂസ് ചെയ്യാനും അതിന് ഉതകുന്നൊരു ശരീരം തന്നിട്ടുണ്ട്. അത്യാവശ്യം ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടാനുള്ള അവസരങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ ഫെസിലിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹമാണ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. എന്നിട്ടും അദ്ദേഹത്തെ ഓർക്കുന്നില്ലെങ്കിൽ, എന്നിട്ടും അദ്ദേഹത്തോട് നന്ദി നമ്മൾ പറയുന്നില്ലെങ്കിൽ, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കള്ളന്മാർ തന്നെയാണ്. പ്രഭുപാജി വേറൊരു, അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ, തിരിച്ച് ഭഗവാന് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഭഗവാനെ ഓർത്തില്ലെങ്കിൽ ശരിക്കും കള്ളന്മാരെയും കൊള്ളക്കാരെയും പോലെയാണ്. തട്ടിയെടുക്കുന്നു, പിന്നെ എല്ലാം എൻ്റെ ആണെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്നു. എന്നാൽ മഹാരാജ് യുധിഷ്ഠിര ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു, അതായത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഏതൊരു വിജയത്തിൻ്റെ പുറകിലും ഭഗവാനുണ്ട്, അത് നമ്മൾ ഓർക്കണം. ഒരു കുട്ടി പരീക്ഷ എഴുതി നന്നായി പാസ്സാവുകയാണെങ്കിൽ പോലും, നല്ല മാർക്കോടുകൂടി പാസ്സാവുകയാണെങ്കിലും ആ കുട്ടിയുടെ എഫേർട്ട് മാത്രം പോരാ. ആ കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് എഴുതി വേണ്ട രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്ത് ഭംഗിയായിട്ടെല്ലാം ചെയ്യുവാൻ ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ആ കുട്ടിക്ക് പഠിച്ചത് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ഏതാണ് ശ്ലോകം ഭഗവത്ഗീതയിൽ പറയുന്നത്? ഓർക്കുവാനും മറക്കുവാനും എല്ലാം ഭഗവാനാണ് സഹായിക്കുന്നത്, അല്ലേ? സ്മൃതി അപോഹനം, യെസ്, 15 ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഓർമ്മ വരുന്നു? ഓർമ്മശക്തി എവിടെ നിന്ന് കിട്ടുന്നു? ഭഗവാനാണ് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ വേണ്ടി, ഇത് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നു. അത് ഇത്രയും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ തന്നെ ഭഗവാന്റെ കൈകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ
എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ പഠിക്കുക എന്നുള്ളത്, പഠിക്കാൻ വേണ്ടി പുസ്തകം എടുക്കുന്നു, ആ പുസ്തകം എടുത്ത് കയ്യിൽ വെക്കാൻ തന്നെ പുസ്തകം എടുത്ത് കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പഠിക്കുന്നു. അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഈ കൈ വർക്ക് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പുസ്തകം വാങ്ങിക്കാനുള്ള പൈസയും മറ്റുള്ള അറേഞ്ച്മെൻറ്റ്സും ഭഗവാൻ തരുന്നു. ഇനി അത് ഇരുന്ന് പഠിക്കാനുള്ള വീട് അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യം നമുക്ക് ഭഗവാൻ ഒരുക്കി തരുന്നു. ഇനി പുസ്തകം വാങ്ങിച്ചു, പേനയുണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് എടുത്ത് കയ്യിൽ പിടിക്കാൻ വേണ്ടി കൈകൾക്ക് ശക്തി വേണം. അത് ഭഗവാൻ നമുക്ക് തരുന്നു. ഇനി അത് വായിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു കഴിവ് അതും ഭഗവാൻ തരുന്നു. ഇനി പഠിച്ചതിന് ശേഷം അത് ഓർക്കുവാൻ ഉള്ള ആ ഒരു അനുഗ്രഹവും ഭഗവാൻ തരുന്നു. പിന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ആ പോകുമ്പോൾ നടക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തരുന്നു. അല്ലെങ്കിൽ അവിടെ എത്താനുള്ള വഴി നമുക്ക് പറഞ്ഞു തരുന്നു. അവിടെ എത്തി പരീക്ഷയ്ക്ക് ഇരുന്ന് നമ്മൾ പേപ്പർ വാങ്ങി പേനയെടുത്ത് കയ്യിൽ പിടിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നിമിഷത്തിലും ഭഗവാന്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നമ്മൾ മറക്കാൻ പാടില്ല അത്. പേനയെടുത്ത് കയ്യിൽ പിടിക്കുന്നു. ആ കറക്റ്റായിട്ട് പേനയെടുത്ത് കയ്യിൽ പിടിച്ച് എഴുതാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ പഠിച്ചതൊക്കെ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും? സാധിക്കില്ല. പിന്നെ പേനയെടുത്ത് എഴുതാൻ നോക്കുമ്പോൾ അത് ചോദ്യപേപ്പർ കിട്ടുമ്പോൾ അത് വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവാൻ ഭഗവാൻ അനുഗ്രഹം വേണം. മനസ്സിലായിട്ട് അത് എഴുതുന്ന സമയത്ത് പഠിച്ചത് ഓർക്കുവാൻ അനുഗ്രഹം വേണം, എഴുതുവാനും അനുഗ്രഹം വേണം. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം വേണം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല. എന്നാൽ ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. എല്ലാം എൻ്റെ ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്നു, നിർഭാഗ്യവശാൽ. എന്തായാലും നമ്മൾ ഭക്തിയുത സേവനങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണാവബോധം പരിശീലിക്കുന്നവരാണ്. നമ്മളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഭഗവാനോട് നന്ദി പറയാൻ പഠിക്കുക. ഭഗവാനോട് നന്ദി പറയാൻ നമ്മൾ പഠിക്കണം. അതൊരു വലിയൊരു കാര്യമാണ്. അത് പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. ഭഗവാനോട് നന്ദി പറയുന്നു, അതേപോലെ നമ്മുടെ ഗുരുജനങ്ങളോട് നന്ദി പറയുന്നു. നമ്മളെ ഭക്തിയുടെ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവരോടും ആ നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടാവണം, സ്നേഹവും ഒക്കെ ഉണ്ടാവണം. മറക്കരുത്. ആരും നമ്മളെ സഹായിച്ച ആളുകളെയൊന്നും മറക്കാൻ പാടില്ല. ഈവൻ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, എല്ലാവർക്കും റോളുണ്ട് നമ്മുടെ ലൈഫിൽ അല്ലേ? നമ്മൾ ഇന്ന് ചിലപ്പോൾ ഭക്തിമാർഗത്തിൽ വന്നിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ വരെ എത്തുവാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സഹായം ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവരും എല്ലാവരുടെയും ഒരു സഹകരണവും എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അല്ലാതെ ഒന്നും നമ്മുടെ മാത്രം കഴിവല്ല. അപ്പോൾ അതെപ്പോഴും ഓർക്കുക. അതിന് ഭഗവാനോട് നന്ദി പറയുക. മറ്റുള്ളവരോട് മനസ്സിൽ എപ്പോഴും ഒരു കടപ്പാടും സ്നേഹവും ഉണ്ടാവുക. ഇതാണ് നല്ല ആളുകൾക്ക് തോന്നുന്നൊരു കാര്യം, സത്വഗുണത്തിലുള്ളവർക്ക് തോന്നുന്നൊരു കാര്യം. അടുത്ത ശ്ലോകം. പശ്യോത്പാതാന്നരവ്യാഗ്ര ദിവ്യാൻ ഭൗമാൻ സദൈഹികാൻ ധാരുണാൻ ശംസതോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പശ്യോത്പാദാനരവ്യാഘ്ര ദിവ്യാൻ ഭൗമാൻ സദൈഹികാൻ ദാരുണാൻ സംശതോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പശ്യോത്പാദാനരവ്യാഘ്ര ദിവ്യാൻ ഭൗമാൻ സദൈഹികാൻ ദാരുണാൻ ശംസതോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പശ്യോത്പാദനരവ്യാഘ്ര ദിവ്യാൻ ഭൗമാൻ സദൈഹികാൻ ദാരുണാൻ സംശതോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ വ്യാക്രശക്തിയുള്ള മാനവ ഭീമസേനൻ, കണ്ടാലും അത്യന്തം വിപത്കരമായ എത്രയധികം ദുരിതങ്ങളാണ് ദിവ്യശക്തികളുടെ സ്വാധീനത്താലും
ലൗകിക പ്രത്യാഘാതങ്ങളാലും ശാരീരിക പീഡകളാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവയൊക്കെ നമ്മെ മതിവിഭ്രമത്തിലാക്കുന്ന സമീപഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അത്യാപത്തിന്റെ ദുസ്സൂചനകളാണ്. ഭാവാർത്ഥം: ഗ്രഹനിലയാൽ ഉണ്ടാകുന്ന സ്വാധീനത്താലും അഥവാ ദിവ്യശക്തികളുടെ പ്രഭാവത്താലും ലൗകിക പ്രത്യാഘാതങ്ങളാലും ശാരീരികവും മാനസികവുമായ ആയാസത്താലുണ്ടാകുന്ന ത്രിവിധ ക്ലേശങ്ങളുടെ പ്രത്യാഘാതങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങളുടെ ഉത്കർഷമാണ് പരിഷ്കാരത്തെ സംബന്ധിച്ച ഭൗതിക പുരോഗതി അർത്ഥമാക്കുന്നത്. ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന മാറ്റത്താൽ അഥവാ നക്ഷത്രങ്ങളുടെ ദിവ്യ സ്വാധീനത്താൽ അത്യുഷ്ണം, അതിശൈത്യം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ പോലുള്ള നിരവധി അത്യാഹിതങ്ങൾ സംഭവിക്കുകയും അനന്തരഫലമായി ക്ഷാമം, മഹാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ തുടങ്ങിയവ വ്യാപകമാവുകയും ചെയ്യുന്നു. ഈ ത്രിവിധ ക്ലേശങ്ങളെ പ്രതിരോധിക്കാൻ മനുഷ്യ സൃഷ്ടിത ആദിഭൗതികമായ സ്ഥൂലശാസ്ത്രത്തിന് കഴിവില്ല. അവയെല്ലാം പരമപുരുഷന്റെ നിർദ്ദേശാനുസരണം മായയുടെ പ്രയോഗക്ഷമതയേറിയ ശക്തി കാരണമായി സംഭവിക്കുന്ന ശിക്ഷാ നടപടികളാണ്. ആകയാൽ ഭക്തിസേവനത്തിലൂടെ ഭഗവാനുമായുള്ള നമ്മുടെ നിരന്തര ബന്ധം കർത്തവ്യ നിർവഹണത്തിന് യാതൊരു വിഘ്നവും കൂടാതെ നമുക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു. എന്നിരുന്നാലും ഭഗവാനിൽ വിശ്വസിക്കാത്ത അഥവാ ഭഗവാന്റെ അസ്തിത്വം നിഷേധിക്കുന്ന നാസ്തികരായ അസുരന്മാർ ഈ എല്ലാവിധ ത്രിവിധ ക്ലേശങ്ങളെയും അതിജീവിക്കാൻ തനതായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അതിനാൽ ഓരോ തവണയും അവരുടെ ഉദ്യമങ്ങൾ പരാജയപ്പെടുകയും അവർക്ക് തോൽവിയെ അഭിമുഖീകരിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. ഇതേക്കുറിച്ച് ഭഗവത്ഗീത 7.14 സുവ്യക്തമായി ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: 3 പ്രകൃതി ഗുണങ്ങളടങ്ങിയ എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് ഭീമസേനോട് പറയുന്നു, ഒരുപാട് ദുശകുനങ്ങൾ നടക്കുന്നു ഇവിടെ. പല ആളുകളും പല ബുദ്ധിമുട്ടുകളും ആളുകൾക്ക് ഉണ്ടാവുന്നു, പല ശാരീരിക വിഷമങ്ങളും ആളുകൾക്കുണ്ടാവുന്നു. എന്തോ ഒരു വലിയൊരു അപകടം മുന്നിൽ വരുന്നത് പോലെ തോന്നുന്നു. ബുദ്ധിയെല്ലാം ക്ഷയിക്കുന്നു. അങ്ങനെ ഒരുപാട് ശകുനങ്ങൾ, മോശമായിട്ടുള്ള ഒരു ശകുനങ്ങളൊക്കെ കാണുന്നു യുധിഷ്ഠിര മഹാരാജാവ്. ഒന്നും കൂടി ഇതെല്ലാം യുധിഷ്ഠിര മഹാരാജാവ് പറയുവാണ് ഭീമസേനോട്. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ ഭൗതിക ലോകത്തിൽ, അതായത് ഭൗതിക തലത്തിൽ ഒരു അഡ്വാൻസ്മെൻറ്റ്, മെറ്റീരിയൽ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ പുരോഗതി, ആളുകൾ പറയുന്നു പുരോഗതി, ഭൗതികമായിട്ടുള്ള പുരോഗതി എന്നുള്ളത്. അത് ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭൗതിക തലത്തിൽ പുരോഗതി നേടാൻ നോക്കുമ്പോൾ, ഇപ്പോൾ ടെക്നോളജി ആവട്ടെ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളാവട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ ത്രിവിധ ക്ലേശങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്, കുറയുന്നില്ല. അത് ആളുകൾക്കറിയില്ല. ആക്ച്വലി നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആവുന്നുണ്ട് പല ടെക്നോളജിയും ഉള്ളതുകൊണ്ട്. ഈ ഭൗതിക തലത്തിലുള്ള പുരോഗതി ഉള്ളതുകൊണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റൊക്കെ ഉള്ള സയൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഈസി ആവുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷേ ത്രിവിധ ക്ലേശങ്ങൾ കുറയല്ല ചെയ്യുന്നത്, കൂടുന്നേ ഉള്ളൂ. ആദിഭൗതിക, ആദിദൈവിക, ആധ്യാത്മിക ക്ലേശങ്ങൾ കൂടുന്നേ ഉള്ളൂ. അത് കുറയുന്നൊരു ചരിത്രം, കുറയുന്നൊരു കാര്യം നമ്മൾ കാണുന്നില്ല, അല്ലേ? കൂടുതൽ നമ്മൾ ഭൂമിയെയും അല്ലെങ്കിൽ ഭൂമിദേവിയെ നമ്മൾ ടോർച്ചർ ചെയ്യുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ ഓയിൽ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഖനികൾ, സ്വർണവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഭൂമിദേവിയെ ടോർച്ചർ ചെയ്യുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് റിയാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി ക്ഷോഭങ്ങളും ഉണ്ടാവും, ആദിഭൗതിക ക്ലേശങ്ങളും ഉണ്ടാവും. പിന്നെ ആധ്യാത്മിക ക്ലേശങ്ങളും ആദിദൈവിക ക്ലേശമാണ് നേരത്തെ പറഞ്ഞത്. ഭൗതിക ക്ലേശം, ആധ്യാത്മിക ക്ലേശങ്ങളും തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ ദിവസം കൂടി വരികയാണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നതനുസരിച്ച് ആ നിയമങ്ങൾ എന്താണോ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അത് നമ്മൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മുക്തരാവാനുള്ള ഒരേയൊരു സൊല്യൂഷൻ. കാര്യം ഭൗതിക പ്രകൃതി ഭഗവാന്റെ അധ്യക്ഷതയിലാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സാ ചരാചരം. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, എൻ്റെ അധ്യക്ഷതയിലാണ് ഈ ഭൗതിക ലോകം മുഴുവനും നടക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെയുള്ളതെല്ലാം തന്നെ എൻ്റെ കൺട്രോളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരാണോ എന്നെ ഭജിക്കുന്നത് അവർക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. ഇല്ലെങ്കിൽ ഈ ക്ലേശങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. അതിനൊരു അവസാനം ഉണ്ടാവില്ല. ഭഗവത്ഗീതയിൽ വേറെ സ്ഥലത്തും ഭഗവാൻ പറയുന്നു, ദേവിഹി ഏഷ ഗുണമയി മമ മായ ധുരത്യയ മാം ഏവയെ പ്രപത്യന്തേ മായം ഏതാം തരന്തേ. 7:14 പറയുന്നു, ഈ
ദേവിഹി യശ ഗുണമയി, ഈ മായാശക്തി എന്ന് പറയുന്നത് എൻ്റെ ശക്തി തന്നെയാണ്, ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ്. അതിനെ തരണം ചെയ്യാൻ സാധാരണ ആർക്കും സാധിക്കില്ല. ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഭഗവാൻ അവിടെ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും, ജന്മമൃത്യു ജരാവ്യാധിയും പോലെ തന്നെ ആദിഭൗതിക ആദിദൈവിക ആധ്യാത്മിക ക്ലേശങ്ങളിൽ നിന്നൊക്കെ മുക്തരാവാൻ നമുക്ക് സാധിക്കുന്നു. ഇല്ലെങ്കിൽ സാധിക്കില്ല, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ളൊരു ലെസൺ. അടുത്ത ശ്ലോകം. ഊർവക്ഷീ ബാഹവോ മഹ്യം സ്ഫുരന്തി അംഗ പുനഃ പുനഃ വേപത്തോശ്ചാപി ഹൃദയേ ആരാധാസ്യന്തി വിപ്രിയം. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഊർവക്ഷീബാഹവോ മഹ്യം സ്ഫുരന്ത്യംഗ പുനഃ പുനഃ വേപതുശ്ചാപി ഹൃദയേ ആരാധാസ്യന്തി വിപ്രിയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഊർവശി ബാഹവോ മഹ്യം സ്ഫുരന്ത്യംഗം പുനഃ പുനഃ വേപതുശ്ചാപി ഹൃദയേ ആരാധാസ്യന്തി വിപ്രിയം. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥമാക്കൂ. കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം ഭാവാർത്ഥം. ശില പ്രഭുപാദ് കി ജയ്. എന്റെ ശരീരത്തിന്റെ ഇടതുഭാഗം, എന്റെ ഊരുക്കൾ, കരങ്ങൾ, നേത്രങ്ങൾ എല്ലാം വീണ്ടും വീണ്ടും വിറയ്ക്കുന്നു. ഭയത്താൽ എന്റെ ഹൃദയം ഇടിക്കുന്നു. ഇവയൊക്കെ വരാൻ പോകുന്ന അഭികാമ്യമല്ലാത്ത സംഭവങ്ങളുടെ ദുസ്സൂചനകളാകുന്നു. ഭാവാർത്ഥം. ഭൗതിക അസ്തിത്വം അഭികാമ്യമല്ലാത്ത കാര്യങ്ങളാൽ നിർഭരമാണ്. നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചില അദൃശ്യവും പ്രബലവുമായ ശക്തികളാൽ നമ്മിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. നാം ആഗ്രഹിക്കാത്ത ഇവയൊക്കെ വന്നു ഭവിക്കുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ കൈപ്പിടിയിൻ കീഴിലാണെന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരുവന്റെ കണ്ണുകൾ, കൈകൾ, തുടകൾ എന്നിവയെല്ലാം നിരന്തരം വിറയ്ക്കുന്നുവെങ്കിൽ ഹിതകരമല്ലാത്ത എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കണം. അഭികാമ്യമല്ലാത്ത ഇത്തരം വിറയലുകളെ കാട്ടുതീയോട് ഉപമിച്ചിരിക്കുന്നു. കാട്ടുതീ ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ആരും വനത്തിൽ പോകാറില്ല. എന്നാൽ കാട്ടുതീ താനെ ഉണ്ടാവുകയും വനത്തിലെ ജീവജാലങ്ങൾക്ക് സങ്കല്പാതീതമായ ദുര്യോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അത്തരത്തിൽ താനെ ഉണ്ടാകുന്ന കാട്ടുതീയെ അണയ്ക്കാൻ മനുഷ്യ പ്രയത്നത്താൽ സാധ്യമല്ല. ഭഗവാന്റെ കാരുണ്യത്താൽ മാത്രമേ അതിനെ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയൂ. അതിനായി അദ്ദേഹം കാർമേഘങ്ങളെ വനത്തിലേക്ക് അയക്കുന്നു. അതേപോലെ ജീവിതത്തിലെ അഹിതകരങ്ങളായ സംഭവങ്ങളെ തടുക്കാൻ ഒരു വിധത്തിലുമുള്ള ആശയങ്ങളാലും സാധ്യമല്ല തന്നെ. അവിധമുള്ള ദുരിതങ്ങളെ ദൂരീകരിക്കാൻ ഭഗവത് കൃപയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഉത്തമ വിശ്വാസയോഗ്യരായ ആത്മാർത്ഥരായ ആധികാരിക പ്രതിനിധികളെ മാനവരെ ഉജ്ജീവിപ്പിക്കാനും അപ്രകാരം അവരെ സർവ്വവിധ ദുര്യോഗങ്ങളിൽ നിന്നും രക്ഷിക്കാനുമായി അയക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു, എൻ്റെ ഇടതുഭാഗം, ശരീരത്തിൻ്റെ ഇടതുഭാഗം, തുടയും കൈകളും കണ്ണുകളൊക്കെ ഇങ്ങനെ അടിക്കുന്നു. നമ്മൾ പറയും അല്ലേ, ഇടത് കണ്ണ് അല്ലെങ്കിൽ വലത് കണ്ണ് ഇതുപോലെ അടിക്കുകയാണെങ്കിൽ, അനങ്ങുകയാണെങ്കിൽ, ഷിവറിയാണെങ്കിൽ പൊട്ടലക്ഷണമാണ്, മോശമായിട്ടെന്തോ നടക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ ഇവിടെ അദ്ദേഹം പറയുന്നു, എൻ്റെ ഹൃദയത്തിലെ ആ ഒരു ഹാർട്ട് ബീറ്റ് കൂടി. അപ്പോൾ എന്തോ ആഗ്രഹിക്കാൻ, നമ്മൾ ആരും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നുള്ളത് യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം വരാം നമ്മുടെ ഉള്ളിൽ, അതായത് ഇതൊക്കെ ശരിയാണോ? ഇതുപോലെ കൈയും ഇതുപോലെ കണ്ണ് വിറയ്ക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്നതൊക്കെ ചില സമയങ്ങളിൽ തോന്നും അല്ലേ. ആക്ച്വലി ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ചില ലക്ഷണങ്ങളുണ്ട് എന്നുള്ളത് ഇങ്ങനത്തെ കാര്യത്തിന്. പക്ഷേ അത് എപ്പോൾ ഏത് എന്നുള്ളത് എല്ലാവർക്കും വരുന്നത് ശരിയായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അത് വേറെ വല്ല ശരീരത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ എന്തെങ്കിലും തോന്നുമായിരിക്കാം. ഹാർട്ട് ബീറ്റ് കൂടുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വീക്ക്നെസ് തോന്നുന്നതൊക്കെ. എന്നാൽ ചില ആളുകളിൽ, ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജാവൊക്കെ
അദ്ദേഹം നല്ല ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ചെറിയ ഒരു വ്യത്യാസം വരുമ്പോൾ അത് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ സാധിക്കില്ല. നമുക്ക് ഓൾറെഡി പല പ്രശ്നങ്ങളുള്ള, ശരീരത്തിന് അസുഖങ്ങളും അല്ലാതെ വേറെ കുഴപ്പങ്ങളുള്ളൊക്കെ ആളുകളായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ അത് അപകടത്തിൻ്റെ ലക്ഷണമാണോ അല്ലെങ്കിൽ ശകുനമാണോ എന്നുള്ളത് ഉറപ്പ് പറയാൻ സാധിക്കില്ല. നമ്മുടെ അവസ്ഥ അതായതുകൊണ്ട്. എന്നാൽ ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ യുധിഷ്ഠിര രാജാവ് ഈ ലക്ഷണത്തിൻ്റെ കാര്യവും ശകുനത്തിൻ്റെ കാര്യവും പറയില്ലായിരുന്നു. ഓക്കെ, ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭൗതിക ലോകത്തിലെ കാര്യങ്ങളെല്ലാം, ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ക്ഷണിക്കാതെ നമ്മൾ ആഗ്രഹിക്കാതെ ഉള്ള കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പല ക്ലേശങ്ങളും, പക്ഷേ അത് വരുന്നു, അതിനെ തടയാൻ സാധിക്കുന്നില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അത് വരാനുള്ളതായിരിക്കും. നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ അത് വന്നിരിക്കും. നല്ലൊരു എക്സാമ്പിൾ, നല്ലൊരു എനോളജി ഇവിടെ പ്രഭുപാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കാട്ടുതീ വരുന്ന പോലെയാണെന്നുള്ളത്. കാട്ടിൽ പോയി ആരും തീ കത്തിക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി അത് വരുവാണ് ചെയ്യുന്നത് അല്ലേ? ഓട്ടോമാറ്റിക്കലി അത് പ്രകൃതിയുടെ നിയമപ്രകാരം അല്ലേ, അവിടെ തീ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ആരും പോയി കത്തിക്കുന്നതല്ല. അപ്പോൾ അതേപോലെ നാച്ചുറലായിട്ട് വരുന്നതാണ് പ്രശ്നങ്ങൾ. നമ്മൾ ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്, കാലാവസ്ഥ മാറുന്നത് പോലെ സുഖവും ദുഃഖവും വന്നുകൊണ്ടിരിക്കും. വരാനുള്ളത് വരും, നമുക്ക് തടയാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വരുന്ന കാര്യമാണ് എടുത്തു പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ കാട്ടുതീ വരുന്നത്, അതേപോലെ കാട്ടിൽ തീ വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടക്കും. എന്നാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുമോ? ആർക്കാണ് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്നത്? കാട്ടുതീ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫയർ എഞ്ചിൻ കൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് കാട്ടുതീ അണയ്ക്കാൻ സാധിക്കില്ല. അത് സാധ്യമല്ല. കാടെന്ന് പറയുന്നത് അങ്ങനെ പന്തലിച്ച് കിടക്കുന്നു. അവിടെ ഒരു ഫയർ എഞ്ചിൻ പോയി അതിലുള്ള വെള്ളമെല്ലാം അതെല്ലാം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ തീ പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. കാട്ടുതീ അണയ്ക്കാൻ വേണ്ടി മഴ പെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആ മഴ പെയ്യണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം അല്ലേ? അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കാട്ടുതീ അണയ്ക്കുക എന്നുള്ളത്. ഭഗവാന്റെ അനുഗ്രഹത്തെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ മഴയെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മഴ എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടെ മാത്രമേ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വേണമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതും സംഭവിക്കും. പക്ഷേ നമുക്ക് എന്തൊക്കെ വലിയ പ്ലാനിങ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയാലും ഇനി ഇങ്ങനൊരു പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിനുവേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്തു വെക്കുന്നു, അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ഈ പ്രോബ്ലം വരില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നല്ല പ്ലാനൊക്കെ ചെയ്ത് പലതും ചെയ്യും. പക്ഷേ അത് എല്ലായ്പ്പോഴും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ പ്ലാനുകൾ അങ്ങനെ തന്നെ ഇരിക്കും, വരാനുള്ളത് വരും. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ ചിലപ്പോൾ വരും. അപ്പോൾ എന്തും സംഭവിക്കാം. അപ്പോൾ നമ്മുടെ പ്ലാനിങ് വേണ്ട എന്നല്ല പറയുന്നത്, പ്ലാനിങ് വേണം. പക്ഷേ നമ്മുടെ പ്ലാനിങ്ങിൽ മാത്രം നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. ഭഗവാന്റെ മഹാകാരുണ്യത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഭഗവാന് മാത്രമേ കാര്യങ്ങൾ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ക്ലേശങ്ങളാണെങ്കിലും അതിനെ തുടച്ചു നീക്കുവാൻ ഭഗവാന് സാധിക്കും. ഭഗവാന്റെ ശക്തി ഉണ്ടെങ്കിൽ, ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അത് സാധിക്കും. അപ്പോൾ ഭഗവാൻ നേരിട്ട് വരും ഒരുപക്ഷെ, അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കാം, അല്ലെങ്കിൽ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ വിടും. അങ്ങനെ പല രീതികളിലും അദ്ദേഹം നമ്മളെ സഹായിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിനും നമ്മൾ അദ്ദേഹത്തെ ആശ്രയിക്കുക. ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഭഗവാനെ ആശ്രയിക്കുക. അദ്ദേഹത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ്, ബാക്കി ആരുടെയും കൺട്രോളിലല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, സോ താങ്ക് യു. നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീമദ് ഭാഗവതം കി ജയ്, श्रील गुरुदेव की जय, सच्चिदानंद श्री गौर हरि की जय, साई गौर प्रेमानंद। हरे कृष्ण।